2025 ജോൺസിനെ വില്ലനായത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ 2004 വില്ലൻ ജോൺസിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഡോക്ടർ ഓഫ് തഗണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലനിസം നിറഞ്ഞിട്ടുണ്ടായിരുന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്ന ജോൺസിനയുടെ കഥ നിങ്ങൾക്കറിയാമോ? ആ സമയത്തായിരുന്നു ജോൺസിന തന്റെ കരിയറിലെ ആദ്യത്തെ ചാമ്പ്യൻഷിപ്പ്, വേൾഡ് ചാമ്പ്യൻഷിപ്പ് അല്ല, ആദ്യമായിട്ട് റെസ്ലിംഗിൽ കിട്ടുന്ന ചാമ്പ്യൻഷിപ്പ് അത് US ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു, അഥവാ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. ജോൺസിന എങ്ങനെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറി ലൈനിലേക്ക് എത്തിയത് എന്നുള്ളതും ജോൺസിന വേഴ്സസ് ബിഗ് ഷോ തമ്മിലുള്ള ഫ്യൂഡിന്റെ മുഴുവൻ കഥകളും നമുക്ക് നോക്കിയാലോ? ആ കാലത്തെ പേടി സ്വപ്നമായിട്ടുണ്ടായിരുന്ന ജയന്റ് ആയിട്ടുണ്ടായിരുന്ന ബിഗ് ഷോയെ പുഷ്പം പോലെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ജോൺ സീനയുടെ കഥയാണത്. ഡോക്ടർ ഓഫ് തഗണോമിക്സിന്റെ കഥയാണത്. ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ജോൺ സീന. ഈ വീഡിയോയുടെ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. വർഷം 2004. ജോൺ സീന അദ്ദേഹത്തിന്റെ ഡോക്ടർ ഓഫ് തഗണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള റാപ്പർ സ്റ്റോറി ലൈനുമായിട്ട് നടക്കുന്ന സമയം WWE ഫാൻസിന് എല്ലാവർക്കും ജോൺസിനെ ഇഷ്ടപ്പെട്ടു വരികയാണ്. അദ്ദേഹം ഒരു വില്ലൻ ക്യാരക്ടറാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും, അഥവാ ഒരുപാട് ട്രിക്കുകളെല്ലാം തന്നെ ചെയ്തുകൊണ്ടാണ് മാച്ചുകളിൽ വിജയിക്കുന്നത് എന്നുണ്ടെങ്കിലും ഫാൻസിന് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഓഫ് തഗണോമിക്സ് എന്ന ജോൺ സീനയെ. അങ്ങനെ 2004 നടന്നിട്ടുണ്ടായിരുന്ന ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡ് പോൾ ഹേമൻ വന്നുകൊണ്ട് അനൗൺസ് ചെയ്യുകയുണ്ടായി. ജോൺ സീനയും ക്രിസ് ബെൻവേയും ടീമായിക്കൊണ്ട് ഒരു ഹാൻഡിക്യാപ്പ് മാച്ചാണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ സ്മാക്ക് ഡൗണിൽ തന്നെ ആ ഒരു മാച്ച് നടക്കുമെന്ന് പറഞ്ഞു. ഇവർക്കെതിരെ മത്സരിക്കാൻ വേണ്ടി പോകുന്നത് 4 പേരായിരിക്കും. 1 റൈനോ, 2 മാറ്റ് മോർഗൻ, 3 US ചാമ്പ്യനായിട്ടുള്ള ബിഗ് ഷോ, 4 WWE ചാമ്പ്യനായിട്ടുള്ള ബ്രോക്ക് ലെസ്നർ. ബ്രോക്കും ബിഗ് ഷോയും ടീമാണ് എന്നുണ്ടെങ്കിലും ഇവർ തമ്മിലും ഒരു ചെറിയ പ്രശ്നം നടക്കുന്നുണ്ട്. ബ്രോക്കിന്റെ കയ്യിലുള്ള WWE ചാമ്പ്യൻഷിപ്പാണ് ബിഗ് ഷോയുടെയും മുന്നം. റോയൽ റംബിളിൽ വിജയിച്ചുകൊണ്ട് താൻ റെസിൽമേനിയയിൽ നിന്നെ ചലഞ്ച് ചെയ്യുമെന്നുള്ളതായിരുന്നു ബിഗ് ഷോ ബാക്ക് സ്റ്റേജിൽ ബ്രോക്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവരുടെ മാച്ചിന്റെ സമയമായി. ജോൺസിനെയും ക്രിസ് ബെൻവേയും എത്തി, ബ്രോക്ക് ലെസ്നറിന്റെ ടീമും എത്തി. പക്ഷേ ബ്രോക്കിന്റെ ടീമിലെ ഒരാൾ മാത്രം മിസ്സിംഗ് ആയിരുന്നു, ബിഗ് ഷോ. ബാക്ക് സ്റ്റേജിൽ കാണിച്ച സമയത്ത് ബിഗ് ഷോയുടെ റൂമിന് പുറത്തായിട്ട് ഒരു ഫോക്ക് ലിഫ്റ്റ് കൊണ്ടുവന്ന് അതിന്റെ കീയും ഊരി ആരോ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബിഗ് ഷോക്ക് തന്റെ റൂമിൽ നിന്നും ലോക്കർ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ ബ്രോക്കിന്റെ ടീമിൽ 3 പേരും സീനയുടെ ടീമിൽ 2 പേരുമായിട്ട് അവർ ആ ഒരു ഹാൻഡിക്യാപ്പ് മാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഏറ്റവും അവസാനം വിജയം സീനയുടെ ടീമിന് തന്നെയായിരുന്നു. ജോൺ സീന റൈനോയെ തോൽപ്പിച്ചുകൊണ്ട് ആ ഒരു മാച്ചിൽ വിജയിച്ചു. മത്സരശേഷം സീനയും ക്രിസ് ബെൻവേയും കൂടി പോൾ ഹേമാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റിംഗിലേക്ക് ഇട്ടു. ഹേമാനെ ഇപ്പോൾ അറ്റാക്ക് ചെയ്യുമെന്നുള്ള രീതിയിൽ എത്തി നിൽക്കുന്ന സമയത്തായിരുന്നു ബിഗ് ഷോ സെക്യൂരിറ്റികളെയും കൊണ്ട് റിംഗിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. റിംഗിലെത്തിയ ഉടനെ തന്നെ ബിഗ് ഷോ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രിസ് ബെൻവേയും ജോൺ സീനയെയും അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു. ഏറ്റവും അവസാനം ഒരു ചോക്ക് സ്ലാമും കൂടി ചെയ്ത് ബിഗ് ഷോ അങ്ങനെ റിംഗിൽ ഉയർന്നു നിൽക്കുന്ന സമയത്തായിരുന്നു ആ ഒരു ഷോ അവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നത് 2004 റോയൽ റംബിൾ ആയിരുന്നു. അതിലെല്ലാവരും ഒരുപോലെ നിന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ബിഗ് ഷോയെ പുറത്താക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ക്രിസ് ബെൻവ, RVD, ജോൺ സീന, എഡ്ജ്, കേർട്ട് ആംഗിൾ എന്നിവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ബിഗ് ഷോയെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. എല്ലാവരെയും ഒറ്റയടിക്ക് അടിച്ചിട്ടതിന് ശേഷം ജോൺ സീനയെ എടുത്ത് പുറത്തേക്ക് ബിഗ് ഷോ വലിച്ചെറിയുകയുണ്ടായി. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഫ്യൂഡ് ശരിക്കും ഇവിടെ നിന്ന് ചെറുതായിട്ടെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്ത് വരികയാണ്. തൊട്ടടുത്ത ആഴ്ച നടന്നിട്ടുണ്ടായിരുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ കേർട്ട് ആംഗിളുടെ ഒരു മത്സരം നടന്നു. മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം നിൽക്കുന്ന കേർട്ട് ആംഗിളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് പോൾ ഹേമാൻ ആയിരുന്നു. റെസിൽമേനിയ 20 ബ്രോക്ക് ലെസ്നറിനെതിരെ മത്സരിക്കാൻ വേണ്ടി പോകുന്നയാളെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറയുകയുണ്ടായി. കേർട്ട് ആംഗിളുടെ പേര് പറയാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു പോൾ ഹേമാൻ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ കേർട്ട് ആംഗിളുടെ പേര് പറയുന്നതിന് തൊട്ട് മുൻപേ തന്നെ അവിടേക്ക് ഇന്റർഫിയർ ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നത് ബിഗ് ഷോ ആയിരുന്നു. ബ്രോക്കിന് നല്ലൊരു എതിരാളിയായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് ഞാൻ തന്നെയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായിട്ട് നിൽക്കുന്നത് ഞാനാണ്. റോയൽ റംബിളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത് ഞാനാണ്. ആളുകൾ കാശ് കൊടുത്തുകൊണ്ട് വരണം എന്നുണ്ടെങ്കിൽ ബ്രോക്കിനെതിരെ എന്നെപ്പോലെയുള്ള ആളുകളെ വെക്കണം എന്നുള്ളത് ബിഗ് ഷോ പറയുകയുണ്ടായി. എന്നാൽ കേർട്ട് ആംഗിൾ അതിന് മറുപടിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബിഗ് ഷോയേക്കാൾ എന്തുകൊണ്ടും മികച്ചത് ഞാനാണ്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് മത്സരം വേണമെങ്കിലും വെച്ചോളൂ. ആ മത്സരത്തിൽ ബിഗ് ഷോയെ തോൽപ്പിച്ചുകൊണ്ട് ഞാൻ തന്നെ വിജയിക്കും, നമ്പർ 1 കണ്ടന്ററായി മാറിയിരിക്കുമെന്ന്. ഇവർ തമ്മിൽ പ്രശ്നമാക്കുമെന്ന് കണ്ടതോടുകൂടി പോൾ ഹേമാൻ അവിടെ അനൗൺസ് ചെയ്യുകയുണ്ടായി. നോ വേ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള 2004 അടുത്തതായിട്ട് നടക്കാൻ വേണ്ടി പോകുന്ന പേപ്പർ വ്യൂവിൽ കേർട്ട് ആംഗിൾ വേഴ്സസ് ബിഗ് ഷോ തമ്മിലുള്ള ഒരു മത്സരം നടക്കട്ടെ, ആ മത്സരത്തിൽ വിജയിക്കുന്നവർ നമ്പർ 1 കണ്ടന്ററായി മാറട്ടെ എന്ന് അത് പറഞ്ഞ് മുഴുവിപ്പിക്കുന്നതിന് മുൻപേ തന്നെ അതാ വരുന്നു ജോൺ സീന. ഫാൻസിന് മുഴുവൻ വൻ ആവേശമായിരുന്നു. ബിഗ് ഷോ വന്നപ്പോഴും കേർട്ട് ആംഗിൾ വന്നപ്പോഴും ഇത്രത്തോളം ആവേശം നമ്മൾ കണ്ടിട്ടില്ല. സീന വന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തനിക്കും അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി വേണം, താനും അതിന് അർഹതപ്പെട്ടവനാണ് എന്നുള്ള രീതിയിലായിരുന്നു. ഫാൻസ് മുഴുവൻ സീനയെ സപ്പോർട്ട് ചെയ്തു. സീനയാണെങ്കിൽ പ്രോമോ കിങ് ആയിരുന്നു. സീന നല്ല രീതിയിൽ റാപ്പ് പോലെ നന്നായിട്ട് പ്രോമോ ചെയ്യുകയുണ്ടായി. അങ്ങനെ പോൾ ഹേമാൻ അവിടെ അനൗൺസ് ചെയ്തു, നോ വേ ഔട്ടിൽ ട്രിപ്പിൾ ത്രെറ്റ് മാച്ച് നടക്കുന്നു. കേർട്ട് ആംഗിൾ വേഴ്സസ് ബിഗ് ഷോ വേഴ്സസ് ജോൺ സീന തമ്മിലുള്ള ആ മാച്ചിൽ വിജയിക്കുന്നവർ ആരാണോ അവർ നമ്പർ 1 കണ്ടന്ററായിട്ട് ബ്രോക്ക് ലെസ്നറിനെതിരെ റെസിൽമേനിയ 20 മത്സരിക്കുന്നതാണ്. തൊട്ടടുത്ത
തൊട്ടടുത്ത ആഴ്ച നടന്നിട്ടുണ്ടായിരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ എഡ്ഡി ഗുററോയും കേർട്ട് ആംഗിളും ടീമായിക്കൊണ്ട് ബ്രോക്ക് ലെസ്നറിനെതിരെയും ബിഗ് ഷോക്കെതിരെയും ഒരു ടാഗ് ടീം മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ബാക്ക് സ്റ്റേജ് കാണിച്ചുകൊണ്ട് കേർട്ട് ആംഗിളിനെ ആരോ വന്ന് അറ്റാക്ക് ചെയ്തിട്ടായിട്ടായിരുന്നു കാണിച്ചത്. ഒരു ചെയറും കേർട്ട് ആംഗിളിന്റെ അടുത്തുണ്ടായിരുന്നു. അദ്ദേഹത്തെ സ്ട്രക്ചറിൽ കടത്തിക്കൊണ്ട് കൊണ്ടുപോവുകയുണ്ടായി. അപ്പോൾ കേർട്ട് ആംഗിളിന് പകരം ആരിറങ്ങും? എഡ്ഡി ഗുററോയുടെ ടീമിലേക്ക്. അങ്ങനെ റിംഗിലേക്ക് ബ്രോക്ക് ലെസ്നർ എത്തി, ബിഗ് ഷോ എത്തി. അവരുടെ എതിരാളിയായിട്ടുള്ള എഡ്ഡി ഗുററോയും അദ്ദേഹത്തിന്റെ കാറിൽ എത്തുകയുണ്ടായി. കേർട്ട് ആംഗിളുടെ മ്യൂസിക് അവിടെ പ്ലേ ചെയ്തെങ്കിലും അവിടേക്ക് ആരും തന്നെ വന്നിട്ടില്ല. എഡ്ഡി ഗുററോ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ബ്രോക്ക് ലെസ്നറെയും ബിഗ് ഷോയെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിംഗിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അതാ കേൾക്കുന്നു ജോൺ സീനയുടെ മ്യൂസിക്. ഡോക്ടർ ഓഫ് തഗണോമിക്സ് ജോൺ സീന ഈസ് ഹിയർ. ആ മാച്ചിന്റെ ഏറ്റവും അവസാന ഭാഗങ്ങളായപ്പോഴേക്കും റിംഗ് സൈഡിൽ വെച്ച് ബിഗ് ഷോയും ജോൺ സീനയും തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാ വരുന്നു കേർട്ട് ആംഗിൾ ഒരു സ്റ്റീൽ ചെയറുമായിട്ട്. ബിഗ് ഷോയുടെ പുറത്തടിച്ചു, ബിഗ് ഷോയുടെ തലക്കടിച്ചു. നോക്കി നിന്നിട്ടുണ്ടായിരുന്ന ജോൺ സീനയുടെ വയറ്റത്തടിച്ചു, ജോൺ സീനയുടെ പുറത്തടിച്ചു. കേർട്ട് ആംഗിളിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവരിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും എന്നുള്ളതായിരുന്നു ആംഗിൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കേർട്ട് ആംഗിൾ അടുത്തതായിട്ട് ബ്രോക്ക് ലെസ്നറുമായിട്ട് വഴക്കുണ്ടാക്കി നിൽക്കുന്ന സമയത്ത് റഫറിയുടെ ശ്രദ്ധ മുഴുവൻ കേർട്ട് ആംഗിളിന്റെ മുഖത്തേക്കായിരുന്നു. ഈ ഒരു ശ്രദ്ധ പിടിച്ചുപറ്റി എഡ്ഡി ഗുററോ അദ്ദേഹത്തിന്റെ ട്രിക്ക് അവിടെ എടുക്കുകയുണ്ടായി. ജോൺ സീനയുടെ ചെങ്ങല ഉപയോഗിച്ച് ബ്രോക്ക് ലെസ്നറിന് ഒരു ലോ ബ്ലോ കൊടുത്തു. അങ്ങനെ എഡ്ഡി ഗുററോ ആൻഡ് ജോൺ സീന ആ ഒരു മാച്ചിൽ വിജയിക്കുകയുണ്ടായി. പിന്നീടായിരുന്നു 2004 നോ വേ ഔട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ബിഗ് ഷോ വേഴ്സസ് കേർട്ട് ആംഗിൾ വേഴ്സസ് ജോൺ സീന തമ്മിലുള്ള ട്രിപ്പിൾ ത്രെറ്റ് മാച്ച് ആയിരുന്നു. ഈ ഒരു മാച്ചിൽ വിജയിക്കുന്നവർ ആരാണോ അവർ നമ്പർ 1 കണ്ടന്ററായി മാറും. റെസ്ൽമേനിയ 20 ബ്രോക്ക് ലെസ്നറിനെതിരെ അവർ മത്സരിക്കുകയും ചെയ്യും. ഈ ഒരു മാച്ചിൽ ജോൺ സീനയുടെ കാലിന് ചെറുതായിട്ടൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. മാച്ചിന്റെ ഏറ്റവും അവസാനം ബിഗ് ഷോയെ കേർട്ട് ആംഗിൾ ഒരു ആംഗിൾ സ്ലാം ചെയ്യുകയുണ്ടായി, അതും റിംഗ് സൈഡിലേക്ക്. അത് കഴിഞ്ഞ് ജോൺ സീനയുടെ കാലിനിട്ട് കേർട്ട് ആംഗിൾ ഒരു അടി കൊടുക്കുകയുണ്ടായി. എന്നിട്ട് അതേ കാലിന് ആ ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്ന അതേ കാലിന് തന്നെ ആംഗിൾ ലോക്ക് ചെയ്യുകയുണ്ടായി, അതും നിലത്ത് കിടന്നുകൊണ്ട്. അതോടുകൂടി ജോൺ സീനയ്ക്ക് തോറ്റു കൊടുക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ലായിരുന്നു. ജോൺ സീന ആ ഒരു മാച്ചിൽ തോറ്റു കൊടുത്ത് കേർട്ട് ആംഗിൾ ആയിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. റെസ്ൽമേനിയ 20 കേർട്ട് ആംഗിൾ വേഴ്സസ് ബ്രോക്ക് ലെസ്നർ തമ്മിലുള്ള മത്സരം അവിടെ ഉറപ്പിക്കുകയുണ്ടായി. എന്നാൽ അതോടുകൂടി തന്നെ ബിഗ് ഷോ വേഴ്സസ് ജോൺ സീന തമ്മിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിന്റെ സ്റ്റോറി ലൈൻ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു നോവേ ഔട്ടിൽ തന്നെ ഒരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. എഡ്ഡി ഗുററോ വേഴ്സസ് ബ്രോക്ക് ലെസ്നർ തമ്മിലുള്ള WWE ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് എഡ്ഡി ഗുററോ ആയിരുന്നു. അങ്ങനെ WWE ചാമ്പ്യനായിട്ട് എഡ്ഡി ഗുററോ മാറുകയുണ്ടായി. എഡ്ഡി ഗുററോ വേഴ്സസ് കേർട്ട് ആംഗിൾ തമ്മിലുള്ള മാച്ചായിരുന്നു റെസ്ൽമേനിയ 20 കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നത്. തൊട്ടടുത്ത ആഴ്ച നടന്നിട്ടുണ്ടായിരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബിഗ് ഷോയുടെ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ആ മാച്ചിന്റെ ഏറ്റവും അവസാനം ബിഗ് ഷോ വിജയിച്ച് നിൽക്കുന്ന സമയത്ത് അതാ വരുന്നു ജോൺ സീന. സീന വന്നോട് പറഞ്ഞത്, ട്രിപ്പിൾ ത്രെറ്റ് മാച്ചിൽ നീയല്ല എന്നെ തോൽപ്പിച്ചത്, എന്നെ തോൽപ്പിച്ചത് കേർട്ട് ആംഗിളാണ്. നമുക്ക് വീണ്ടും നമ്മുടെ കഥ കൊണ്ടുപോയാലോ? റെസ്ൽമേനിയ 20 US ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് നിന്നെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. എന്നിട്ട് ബിഗ് ഷോയെ കുറേ തെറി വിളിക്കുകയുണ്ടായി. അതോടുകൂടി ബിഗ് ഷോയ്ക്ക് നല്ല രീതിയിൽ പ്രഷർ കയറി അദ്ദേഹം പറയുകയുണ്ടായി, ഐ അക്സെപ്റ്റഡ്. തൊട്ടടുത്ത ആഴ്ച ജോൺ സീനയും എഡ്ഡി ഗുററോയും ടീമായിട്ട് ബിഗ് ഷോക്കെതിരെയും ഷാവോ ഗെറീറോക്കെതിരെയും ഒരു ടാഗ് ടീം മാച്ച് കൺഫേം ചെയ്യുകയുണ്ടായി. എന്നാൽ ആ ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിൽ തന്നെ ബാക്ക് സ്റ്റേജിൽ വെച്ചുകൊണ്ട് എഡ്ഡി ഗുററോ കേർട്ട് ആംഗിളിനെ തിരഞ്ഞു നടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പോൾ ഹേമനെ തള്ളി മാറ്റുകയുണ്ടായി. പോൾ ഹേമൻ നേരെ ചെന്ന് വീണിട്ടുണ്ടായിരുന്നത് ഒരു വുമൺ റെസ്ലറിന്റെ മുകളിലേക്കായിരുന്നു. അതോടുകൂടി പോൾ ഹേമൻ എഡ്ഡി ഗുററോയെ അവിടെ നിന്നും പുറത്താക്കുകയുണ്ടായി. പോൾ ഹേമൻ ആയിരുന്നു സ്മാക്ഡൗണിന്റെ ജനറൽ മാനേജർ ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവനെ ഇപ്പോൾ തന്നെ പുറത്താക്കി, ഇവനെ ഇനി ഈ അറേനയിൽ നിർത്താൻ പാടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് എഡ്ഡി ഗുററോയെ ബാൻ ചെയ്തു. അങ്ങനെ എഡ്ഡി ഗുററോയ്ക്ക് പകരം ജോൺ സീനയുടെ പാർട്ണറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് റൈ മിസ്റ്റീരിയോ ആയിരുന്നു. ആ മാച്ചിന്റെ ഏറ്റവും അവസാനം ഷാവോ ഗെറീറോയെ തോൽപ്പിച്ചുകൊണ്ട് റൈ മിസ്റ്റീരിയോ ആ ഒരു മാച്ചിൽ വിജയിച്ചു. വിജയിച്ചതിന് ശേഷം ഷാവോ ഗെറീറോ സീനിയർ വന്നുകൊണ്ട് റൈ മിസ്റ്റീരിയോയെ റിംഗിലിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോൺ സീന അതാ വന്നു അദ്ദേഹത്തെ ഒരു FU ചെയ്യുകയുണ്ടായി, അഥവാ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയുണ്ടായി. പക്ഷേ ഉടനെ ബിഗ് ഷോ റിംഗിലേക്ക് എത്തി ഇവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്തു. റൈ മിസ്റ്റീരിയോയെ ഒരു ചോക്ക് സ്ലാം ചെയ്തു. അതിനുശേഷം ജോൺ സീനയെ ഒരു കിഡിലൻ ചോക്ക് സ്ലാം ചെയ്യുകയുണ്ടായി. തൊട്ടടുത്ത ആഴ്ച ജോൺ സീന വേഴ്സസ് എ ട്രെയിൻ തമ്മിലുള്ള ഒരു മത്സരം നടന്നു. മാച്ചിന്റെ ഏറ്റവും അവസാനം ജോൺ സീന വിജയിച്ചു. വിജയിച്ച ഉടനെ തന്നെ ബിഗ് ഷോയുടെ ഇന്റർഫിയറൻസ്, നീ റെസ്ൽമേനിയ 20 മത്സരിക്കാൻ വേണ്ടി പോകുന്നത് വെറും ഒരു മനുഷ്യനോടല്ല, ഒരു ജയന്റിനെതിരെയാണ്. റോക്കിനെ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ വെച്ച് തോൽപ്പിച്ച ജയന്റിനെതിരെ, ബ്രോക്ക് ലെസ്നറിനെ WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് പിൻ ചെയ്ത് തോൽപ്പിച്ച ജയന്റിനെതിരെയാണ്, ഹൾക്ക് ഹോഗനെ തോൽപ്പിച്ച ജയന്റിനെതിരെയാണ്. അങ്ങനെ എല്ലാം തന്നെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് ബിഗ് ഷോ അവിടെ നിന്നും പോയി. തൊട്ടടുത്ത ആഴ്ച അഥവാ റെസ്ൽമേനിയയ്ക്ക് തൊട്ടു മുൻപേ നടക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബിഗ് ഷോയുടെ ഒരു മാച്ച് നടന്നു. ഒരു പുതിയ റെസ്ലറിനെതിരെയായിരുന്നു ബിഗ് ഷോ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ഒരു സ്ക്വാഷ് മാച്ചിലൂടെ ആ ഒരു റെസ്ലറെ ചോക്ക് സ്ലാം ചെയ്തുകൊണ്ട് ബിഗ് ഷോ വിജയിച്ചു. വിജയിച്ച ഉടനെ തന്നെ ജോൺസിനെ വന്നുകൊണ്ട് ബിഗ് ഷോയെ അറ്റാക്ക് ചെയ്തു. ബിഗ് ഷോ ഒരുപാട് തവണ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയെങ്കിലും ജോൺസിനെ തൊടാൻ പോലും ബിഗ് ഷോയ്ക്ക് കഴിഞ്ഞില്ല. ബിഗ് ഷോയെ ചവിട്ടി റിംഗ് സൈഡിലേക്ക് ജോൺസിനെ എടുത്തിടുകയുണ്ടായി. എന്നിട്ട് റിംഗിൽ കിടന്നിട്ട്
നേടിയിട്ടുണ്ടായിരുന്ന US ചാമ്പ്യൻഷിപ്പും ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ജോൺ സീനയുടെ ആയിരുന്നു ആ ഒരു സെഗ്മെന്റ് അവിടെ അവസാനിച്ചത്. അങ്ങനെ റെസിൽമേനിയ 20 ജോൺ സീന വേഴ്സസ് ബിഗ് ഷോ തമ്മിലുള്ള US ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കുകയായി. ജോൺ സീന ആദ്യമായി സിംഗിൾ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മത്സരിക്കുന്നു, അതും റെസിൽമേനിയ പോലെയുള്ള ഒരു മെയിൻ ഷോയിൽ വെച്ച്. അതിലെ പ്രധാനപ്പെട്ട ഒരു വാവ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ സീന ബിഗ് ഷോയെ എടുത്തുയർത്തി FU എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൂവ് ചെയ്തതോടുകൂടിയായിരുന്നു. അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്ന മുഴുവൻ ഫാൻസും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ടുണ്ടായിരുന്നു ജോൺ സീനയുടെ ആ ഒരു മൂവ് കണ്ടിട്ട്. പക്ഷെ അത്രയും വലിയൊരു FU ചെയ്തിട്ടും ജോൺ സീനക്ക് ബിഗ് ഷോയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. തനിക്ക് ബിഗ് ഷോയെ നേരാവണ്ണം തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ജോൺ സീന അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ചെങ്ങലയെടുത്തുകൊണ്ട് ബിഗ് ഷോയെ ഇടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. റഫറി അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതുപയോഗിച്ച് തല്ലിക്കൂടെ എന്നുള്ളത് കാണികളോട് ചോദിച്ചു ജോൺ സീന. കാണികൾ എല്ലാവരും യെസ് വേണം എന്നുള്ള രീതിയിൽ ആർപ്പ് വിളിക്കുകയുണ്ടായി. എന്നാൽ റഫറി പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞതോടെ ആ ഒരു ചെങ്ങലയെടുത്ത് ദൂരേക്ക് വലിച്ചെറിയുകയുണ്ടായി. ഈ ഒരു ചെങ്ങല എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്ന റഫറി കാണാതെ സീന തന്റെ വിരലുകളിൽ ഇടുന്ന ആ ഒരു ആഭരണം എടുത്ത് ബിഗ് ഷോയുടെ മോന്ത കെട്ടിക്കുത്തി. ബിഗ് ഷോ അതാ നേരെ വീഴുന്നത് ജോൺ സീനയുടെ പുറത്തേക്ക്, ജോൺ സീനയുടെ ഷോൾഡറിലേക്ക്. രണ്ടാമത്തെ FU ബിഗ് ഷോക്കെതിരെ ചെയ്തിരിക്കുന്നു ജോൺ സീന. ആൻഡ് 1, 2, 3 ജോൺ സീന ഈസ് ദ വിന്നർ. അദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യത്തെ ചാമ്പ്യൻഷിപ്പ് അവിടെ നേടിയിരിക്കുന്നു. ജോൺ സീനയുടെ ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പ്, US ചാമ്പ്യൻഷിപ്പ് ഫ്രം റെസിൽമേനിയ 20. ഫാൻസിന്റെ ഒരു ആവേശം കേൾക്കണമായിരുന്നു. അത്രത്തോളം ഫാൻസ് ആയിരുന്നു ജോൺ സീനയ്ക്ക് വേണ്ടിയിട്ട് ചിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരും തന്നെ അന്ന് വിചാരിച്ചു കാണില്ല ഇത്രയും വലിയ ഒരു താരമായിട്ട് ഈ ഒരു പയ്യൻ മാറുമെന്നുള്ളതും, WWE ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചാമ്പ്യൻഷിപ്പ് നേടിയ വ്യക്തിയായിട്ട് ഈ ഒരു വ്യക്തി മാറുമെന്നുള്ളതും. പക്ഷേ ഇതിൽ പറഞ്ഞതുപോലെ ജോൺ സീന ചതിച്ചുകൊണ്ടായിരുന്നു ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഫാൻസിന് ഇഷ്ടമുള്ള ഒരു ചതിയൻ, ഫാൻസിന് ഇഷ്ടമുള്ള ഒരു വില്ലൻ, അതായിരുന്നു ജോൺ സീന. ജോൺ സീനയുടെയും ബിഗ് ഷോയുടെയും ഈ ഒരു കഥയ്ക്ക് ബാക്ക് സ്റ്റേജ് സ്റ്റോറീസ് ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു സ്റ്റോറി ബിഗ് ഷോ തന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അതായത് റെസിൽമേനിയയിൽ ബിഗ് ഷോക്കെതിരെ US ചാമ്പ്യൻഷിപ്പിന് ആരെ മത്സരിപ്പിക്കണമെന്നുള്ളത് വിൻസ് മക്മാൻ ബിഗ് ഷോയോട് ചോദിക്കുകയുണ്ടായി. ബിഗ് ഷോ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പേര് ജോൺ സീനയുടേതായിരുന്നു. ജോൺ സീന എന്നെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ, ജോൺ സീന എനിക്കെതിരെ മത്സരിച്ച് US ചാമ്പ്യൻ ആയി കഴിഞ്ഞാൽ അത് നന്നായിരിക്കും എന്നുള്ളത് ബിഗ് ഷോ പറഞ്ഞു. വിൻസ് അപ്പോഴും ഡൗട്ടിലായിരുന്നു. വിൻസ് ചോദിച്ചത് ജോൺ സീന നിന്നെ തോൽപ്പിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ കാണികൾക്ക് അത് വിശ്വാസയോഗ്യമാകുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ബിഗ് ഷോ പറഞ്ഞത് ജോൺ സീന നമ്മൾ കാണുന്നത് പോലെയല്ല, അദ്ദേഹം ഭയങ്കര പവർഫുൾ ആണ്. സീന എങ്ങനെ തോൽപ്പിക്കണമെന്ന് വിൻസ് ചോദിച്ചപ്പോൾ ബിഗ് ഷോ പറഞ്ഞത് ഒരു FU ചെയ്ത് അഥവാ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് തോൽപ്പിക്കട്ടെ എന്നുള്ളതായിരുന്നു. സീനക്ക് അത് കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന വിൻസിന് ധൈര്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് ബിഗ് ഷോ തന്നെ. പക്ഷേ വിൻസിന് വീണ്ടും വിശ്വാസം വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ അവർ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസിലേക്ക് പോവുകയുണ്ടായി. ബിഗ് ഷോയെ പെട്ടെന്ന് തന്നെ ജോൺ സീന എടുത്തുയർത്തുന്നതും FU ചെയ്യുന്നതും വിൻസ് കണ്ടു. അതോടുകൂടി വിൻസിന് ജോൺ സീനയെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെയായിരുന്നു ജോൺ സീന വേഴ്സസ് ബിഗ് ഷോ തമ്മിലുള്ള റെസിൽമേനിയ 20 മാച്ച് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ബിഗ് ഷോ മറ്റൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസിൽമേനിയ 20 ഇവരുടെ മാച്ച് തുടങ്ങുന്നതിന് തൊട്ട് മുൻപേ തന്നെ ഏകദേശം 8ഓളം റെസ്ലേഴ്സ് വന്നുകൊണ്ട് ബിഗ് ഷോയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വ്യക്തിയെ നിനക്കെതിരെ വിജയിപ്പിക്കരുത്, നീ ആ ഒരു വ്യക്തിക്കെതിരെ തോറ്റു കഴിഞ്ഞാൽ നിന്റെ ഭാവി കുളമായി പോകും, നിന്റെ പവർ കുറഞ്ഞതുപോലെ എല്ലാവർക്കും തോന്നും. ജോൺ സീനയ്ക്ക് ഈ ഒരു ബിസിനസ്സിനോട്, ഈ ഒരു WWEയോട് ഒരു വിധത്തിലുള്ള റെസ്പെക്റ്റുമില്ല, നിന്റെ കരിയർ തന്നെ നശിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതെല്ലാം തന്നെ. പക്ഷേ ഇതൊന്നും കേൾക്കാതെയായിരുന്നു ബിഗ് ഷോ ജോൺ സീനയ്ക്കെതിരെ തോൽക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ സീനയും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി ആ സമയത്ത് ബാക്ക് സ്റ്റേജിലുള്ള ആർക്കും തന്നെ ഇഷ്ടമല്ലായിരുന്നു എന്നുള്ളതും, ബിഗ് ഷോ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് തനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എന്നും, ബിഗ് ഷോ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ളതുമായിരുന്നു സീന പറഞ്ഞത്. അങ്ങനെ സീനയുടെ കയ്യിലേക്ക് US ചാമ്പ്യൻഷിപ്പ് എത്തിയിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സ്റ്റോറി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതുപോലെയുള്ള ഏത് സ്റ്റോറിയാണ് ഇനി നിങ്ങൾക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.